ഹലോ ഹലോ ഞാൻ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുകയാണ്. വീടിൻ്റെ അകത്തും പുറത്തും ഒരുപോലെ ഭംഗിയാക്കി വയ്ക്കാൻ പറ്റിയ ചെടിയാണ് അംബ്രല്ല പ്ലാന്റ് എന്നറിയപ്പെടുന്ന അഥവാ ഷഫ്ലറ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടി. ഈ ഒരു പ്ലാന്റ് എന്തുകൊണ്ടാണ് അംബ്രല്ല പ്ലാന്റ് എന്നറിയപ്പെടുവാൻ കാരണം? ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് നോക്കിയാൽ തന്നെ അറിയാം, ഒരു കുടയുടെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റിന് അംബ്രല്ല പ്ലാന്റ് എന്ന പേര് വരുവാൻ കാരണം. നമ്മുടെ കയ്യിലുള്ള അംബ്രല്ല പ്ലാന്റ് വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ലീഫിലോ അഥവാ സ്റ്റെമ്മിലോ ഒന്നിൽ കൂടുതൽ കളറുകൾ വരുന്നതിനെയാണ് നമ്മൾ വെരിഗേറ്റഡ് പ്ലാന്റ് അഥവാ വെരിഗേറ്റഡ് ലീഫ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ പ്ലാന്റിൻ്റെ ലീഫിൽ ഗ്രീൻ കളറും അതുപോലെ യെല്ലോയിഷ് കളറും രണ്ടും കൂടി ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. വീടിന് നല്ലൊരു ഭംഗി കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഔട്ട്ഡോറായിട്ടും നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. അംബ്രല്ല പ്ലാന്റ് യാതൊരു കെയറിങ്ങും വേണ്ടാത്ത ചെടി കൂടിയാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളിടത്ത് വയ്ക്കാൻ പാടില്ല. അങ്ങനെ വച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് നഷ്ടമാകുകയും അതുമാത്രമല്ല ഇതിൻ്റെ ലീഫെല്ലാം കരിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ഒരു പ്ലാന്റ് നല്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആഗ്രഹിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഈ സഫ്രല പ്ലാന്റ്. അതുപോലെ ഇതിൻ്റെ റൂട്ട് കൂടുതലും ഏരിയൽ റൂട്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് സ്റ്റെം എടുത്ത് നമ്മളത് പോട്ട് ചെയ്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടും. ഈ സഫ്ലറ പ്ലാന്റ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ വേറൊരു കാര്യം, ഇത് നടുമ്പോൾ ശ്രദ്ധിക്കുവാനുള്ളത്, സ്റ്റെമ്മാണ് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. അതിന് വേരുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും ചേർക്കാത്ത മണ്ണിൽ വേണം നമ്മൾ നടുവാൻ. കമ്പ് നമ്മൾ ചരിച്ച് വെട്ടി ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അതായത് കമ്പ് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു റൂട്ടിംഗ് ഹോർമോൺ ആയ കറ്റാർ വാഴയുടെ ജെല്ലിൽ മുക്കി വേണം നടാൻ. അല്ലെങ്കിൽ നമ്മൾ റൂട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഹോർമോണിൽ മുക്കി നട്ടാലും മതി. റൂട്ടിംഗ് ഹോർമോൺ മെയിനായി ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി വെച്ചാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷനും ഒന്നും തന്നെ വരികയില്ല. പെട്ടെന്ന് അത് വളരുവാനായിട്ട് സഹായിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ടിംഗ് ഹോർമോണിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ കറ്റാർ വാഴയുടെ ജെല്ലിൽ മുക്കി വെച്ചാലും മതിയാവും. സ്റ്റെം നേരെ കുത്തി വയ്ക്കരുത്. ഒരു കുഴി ഉണ്ടാക്കി അതിൽ ജെല്ല് മുക്കിയിട്ട് വേണം നടുവാൻ. ഇങ്ങനെ നട്ട ചെടി പെട്ടെന്ന് തന്നെ വേര് കിളിർത്ത് വരുന്നതായിരിക്കും. ചെടി നട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു സ്ഥലത്ത് വേണം വയ്ക്കുവാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ റൂട്ട് പെട്ടെന്ന് വരികയുള്ളൂ. നട്ട് കഴിഞ്ഞ് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും വേണം. നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, താഴെയുള്ള കുറച്ച് ലീഫുകൾ കട്ട് ചെയ്തിട്ട് വേണം നടാൻ. ഇല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. മേൽഭാഗത്തെ ലീഫ് മാത്രം 2 ലീഫ് മാത്രം നിർത്താനേ പാടുള്ളൂ. പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും ആവശ്യമില്ല. സാധാരണ ചാണകപ്പൊടി അതുപോലുള്ള വെർമി കമ്പോസ്റ്റ് അങ്ങനെയുള്ളത് മാത്രം മതിയാവും. കീടബാധയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു ഒരു അസുഖങ്ങളും ഇതിന് കണ്ടുവരാറില്ല. ഇതിൻ്റെ ലീഫ് പോയ്സണാണ്. അതുകൊണ്ട് കുട്ടികൾ ഈ ലീഫ് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറിറ്റേഷനും തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ചെടി ഒരിക്കലും അടുത്ത് വയ്ക്കരുത്. ഒരു അകലം പാലിച്ച് വേണം വയ്ക്കുവാനായിട്ട്. ഇങ്ങനെ ഒരു പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലും മേടിച്ച് വയ്ക്കണം. നല്ലൊരു പ്ലാന്റാണിത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.